ബേബി ടോക്ക് വിത്ത് മേലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജിസേൽ അനു ഇഷ്യൂനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ അവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. എന്നിട്ട് നിങ്ങളെ വിലയിരുത്തിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ആരാണ് ശരി തെറ്റ് എന്നൊക്കെ. ഫസ്റ്റ് തന്നെ നടന്നിട്ടുള്ളത് ആ ഒരു ഇന്നർ ഇഷ്യൂ. അത് ജിസൈലിന്റെ ഇന്നർ ആര്യനും അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസും ആണ് ക്യാമറക്ക് മുന്നിൽ കാണിച്ചത്. അനു ശരിക്കും ജിസൈലിന്റെ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, എന്നാലും അത് എന്താ പറയാ, ഒരു ഹെൽപ്പാണ് ചെയ്തത്. ആരതാണെങ്കിലും അത് വാങ്ങി ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഈ മൈക്കിന്റെ ആ ഒരു ഇഷ്യൂ, അത് അനു കൈ ഉള്ളിലേക്ക് ബാത്റൂമിനുള്ളിലേക്ക് പോകുമ്പോൾ പുറത്ത് അയച്ചു വെക്കുകയും പിന്നെ എടുക്കുമ്പോൾ ജിസേലിൻ്റെതായി അല്ല എടുത്ത് മാറിപ്പോയതാണ്. മൂപ്പർ അറിയില്ലായിരുന്നു ജിസേലിൻ്റെതാണെന്ന്. പിന്നെ ആരൊക്കെ പറഞ്ഞു, അപ്പൊ അത് തിരിച്ചവിടെ വെക്കുകയും ചെയ്തു. അപ്പൊ ജിസേല് പറഞ്ഞത് മനഃപൂർവ്വം അനു മാറ്റി വെച്ചതാണെന്ന്. നെക്സ്റ്റ് പിന്നെ ചായയുടെ ആ ഒരു ഇഷ്യൂ. അതിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് ഗ്യാസ് ഒന്നും ആരും ചെലവാക്കില്ല. ഫസ്റ്റ്. സെക്കൻഡ്, ഇത് ബിഗ് ബോസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്നും ചെലവഴിക്കാനാവില്ല. കാരണം ഗ്യാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി ഉണ്ട് അവർക്ക് കൊടുക്കുന്നതിനൊക്കെ. അപ്പോ അതെല്ലാരെയും എഫക്റ്റ് ചെയ്യും. അപ്പോ അത് ഓഫ് ചെയ്തതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യാം. അടുത്തത് മേക്കപ്പ് ഇഷ്യൂ വരാം. ജിസൈലി അവിടുത്തെ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിന് അനുവിന് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അനു എന്തിനാ നോക്കുന്നത്? ജിസൈല് അത് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ബിഗ് ബോസ് സീസൺ 7 നിർത്തിവെക്കും എന്ന അനൗൺസ് ചെയ്തിരുന്നു ബിഗ് ബോസ്. എന്നാ ബിഗ് ബോസിന് പറഞ്ഞാൽ പോരെ ജിസൈൽ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന്? അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവർക്കും കൂടിയാണ് പണിഷ്മെന്റ് ആ ഒരു ടൈമിന് കൊടുത്തത്. അപ്പൊ അനു അതിന് പുറകെ നടന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല അനുവിനെ പോലെയുള്ള മറ്റ് ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ സെലിബ്രിറ്റീസ് ആണ്. അവരൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ നല്ല രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇതുപോലെ നടക്കാം. അപ്പൊ ജിസൈലിന് മാത്രം അങ്ങനെ ഒരു രീതിയിൽ നടക്കുമ്പോൾ ആരാണെങ്കിലും ഇഷ്ടപ്പെടില്ല. ഈ പറയുന്ന ഞാനാണെങ്കിലും ഇഷ്ടപ്പെടില്ല, സത്യം പറയുന്നത്. അപ്പൊ ജിസൈൽ എനിക്ക് മനസ്സിലാവാത്ത ഈ ആൺപിള്ളേരല്ലേ എന്തിനാ അവരൊക്കെ അവിടെ വന്ന് ഈ ജിസൈലിനെ അറിയില്ല, അവരോടൊക്കെ കളി നിർത്തിയിട്ട് ജിസൈലിന് കപ്പ് കൊടുത്തിട്ട് പോവാൻ പറയും. അല്ലാതെ പിന്നെ എന്ത് പറയാനാ? ജിസൈലിന് അറിയാം ജിസൈല് 100% കളവാ പറയുന്നത്. എന്നിട്ട് പോലും അവിടെയുള്ള ഒരാളും ജിസൈലിനെതിരെ സംസാരിക്കുന്നില്ല. കഷ്ടം പറഞ്ഞാണ് കഷ്ടം തന്നെ. പിന്നീട് എല്ലാ തെറ്റും അനുവിന്റെ തലയിലേക്ക് കെട്ടിവെക്കുക ചെയ്യുന്നത്. അപ്പോ അനു സ്വാഭാവികമായിട്ടും പ്രൊവോക്ഡായി. ശരിക്കും അനു അങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.